നമ്മൾ നോക്കുന്നത് സ്റ്റീം നോസിൽസിലാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീം initially at dry saturated is expanded in a nozzle from 15 bar and 300 degrees Celsius to 1 bar. If the frictional loss in the nozzle is 12% of the total heat drop, calculate the mass of steam discharged when the exit diameter of nozzle is 15 mm. Okay. So നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് മൊളിയർ ചാർട്ട് യൂസ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കാം. ഇനിഷ്യൽ കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത് 15 ബാർ ആൻഡ് 300 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ മൊളിയർ ചാർട്ടിൽ 15 ബാർ ആൻഡ് 300 ഡിഗ്രി സെൽഷ്യസ് ഇതായിരിക്കും നമ്മുടെ പോയിന്റ് നമ്പർ 1. ഹാവിങ് ആൻ എൻതാൽപ്പി ഓഫ് 3100 നിയർലി 3040 റേഞ്ചിൽ എൻതാൽപ്പി ആയിരിക്കും അറ്റ് പോയിന്റ് നമ്പർ 1. സോ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്താൽ 15 ബാറിൻ്റെ പ്രഷർ ലൈനും 300 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 1ൽ എൻതാൽപ്പി വാല്യൂ we have obtained as 3000 and somewhere near 3040. ഓക്കെ, ഇനി നോസിലിലെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ് ആണ്. സോ ഫ്രം 1 നേരെ താഴേക്ക് വരയ്ക്കും. ഏത് പോയിന്റ് വരെ? എക്സിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രഷർ ടു 1 ബാർ. ചാർട്ടിൽ മാർക്ക് ചെയ്താൽ 1 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രൈറ്റ് ലൈൻ എവിടെ ഒന്ന് മീറ്റ് ചെയ്യണം? 1 ബാറിൻ്റെ പ്രഷർ ലൈൻ. ഹിയർ വി ഹാവ് ദി പ്രഷർ ലൈൻ ഫോർ 1 ബാർ. 1 ബാറിൻ്റെ പ്രഷർ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഹിയർ. ഓക്കെ, അതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി വാല്യൂ നമുക്ക് 2500 എന്നുണ്ട്. സോ 1 ബാറിൻ്റെ പ്രഷർ ലൈനിനെ മീറ്റ് ചെയ്ത ദിസ് പോയിൻ്റ് ആണ് നമ്മുടെ പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്. അവിടുത്തെ എൻതാൽപ്പി വാല്യൂ മൊളിയർ ചാർട്ടിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തത് 2500. ഓക്കെ, നമുക്ക് ഇൻലെറ്റ് അല്ല ഔട്ട്ലെറ്റിൽ ഐസെൻട്രോപിക് കണ്ടീഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദെയർ ഇസ് എ ഫ്രിക്ഷണൽ ലോസ് ഓഫ് 12% ഓഫ് ദി ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് ഇൻ ദ നോസിൽ. മൊത്തമുള്ള ഹീറ്റ് ഡ്രോപ്പിൻ്റെ ഒരു 12% ഫ്രിക്ഷണൽ ലോസ് നോസിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം ഫ്രിക്ഷണൽ ലോസിൻ്റെ നോസിൽ നമ്മൾ റെപ്രസെൻ്റ് യൂസ് ചെയ്യുന്ന സിമ്പൽ കെ ആണ്. ഓക്കെ, സോ കെ ഡിയുടെ വാല്യൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12% ആണ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 12% ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് 1 മൈനസ് 0.12, അതായത് 100ൻ്റെ 12% കഴിഞ്ഞ് ബാക്കി 88% ഓർ 0.88 ആയിരിക്കും നമ്മുടെ നോസിൽ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ. ക്ലിയർ? സോ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോകാം. നമ്മുടെ എക്സിറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ പോയിൻ്റിൻ്റെ വെലോസിറ്റി. 2ലെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? c2/2 is equal to hd, where hd is equal to h1 minus h2. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു 0.88%ൻ്റെ ലോസ് പറയുന്നതുകൊണ്ട് നമ്മുടെ പോയിൻ്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ടാവും. 2' എന്നൊരു സെപ്പറേറ്റ് പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഒന്നുകിൽ നമുക്ക് എഫിഷ്യൻസി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കിപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് c2' is equal to നമ്മുടെ സിംപ്ലിഫൈഡ് ഇക്വേഷൻ 44.72 ഇൻറ്റു റൂട്ട് ഓഫ് കെ എച്ച് ഡി എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഞാനിപ്പം കെയുടെ വാല്യൂ 0.88 കിട്ടിയിട്ടുണ്ട്. സോ എച്ച് ഡിയുടെ വാല്യൂ h1 മൈനസ് h2 എന്ന് എടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 44.72 ഇൻറ്റു റൂട്ട് ഓഫ് 0.88. എച്ച് ഡിയുടെ വാല്യൂ, എച്ച് ഡി എന്ന് പറയുന്നത് ഏതാണ്? എച്ച് ഡി is equal to h1 മൈനസ് h2. h1ൻ്റെ വാല്യൂ 3040 മൈനസ് h2ൻ്റെ വാല്യൂ 2500.
സോൾവ് ചെയ്ത് എത്ര വരും? 3040 മൈനസ് 2500 540. ഓക്കെ, 540 ആണ് എച്ച് ഡിയുടെ വാല്യൂ. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 540. സോ വി വിൽ ഗെറ്റ് ഇൻറ്റു 0.88 root of answer into 44.72. Get the velocity as 974.85 meter per second. ഓക്കെ, എക്സിറ്റിലെ വെലോസിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പക്ഷേ മാസ് ഫ്ലോ റേറ്റ് ഓഫ് സ്റ്റീമാണ്. മാസ് ഫ്ലോ റേറ്റ് ഓഫ് സ്റ്റീം ഡിസ്ചാർജ് വെൻ ദ എക്സിറ്റ് ഡയമീറ്റർ ഈസ് 15 mm. ഓക്കെ, സോ നമുക്കതിനെ എക്സിറ്റിൽ ഡയമീറ്റർ 15 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു 15 × 10⁻³ മീറ്റർ. സോ നമുക്ക് ഇവിടുത്തെ ഏരിയ എത്രയായിട്ട് കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു 5/4 t² ഈക്വൽ ടു 3.14 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 15 × 10⁻³ whole square. You get the value of area is equal to 1.766 into 10⁻⁻4 meter square എന്ന് നമുക്ക് ഏരിയയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് വോളിയം will give area into velocity അല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ യൂണിറ്റ് വരുന്നത്? കിലോഗ്രാം പെർ സെക്കൻഡ്. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നതായിരുന്നു വോളിയം പെർ കിലോഗ്രാം ഓഫ് മാസ്. ഏരിയ വി ഹാവ് യൂണിറ്റ് ഓഫ് മീറ്റർ സ്ക്വയർ ആൻഡ് വെലോസിറ്റി വി ഹാവ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി സെക്കൻഡ് മാറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും വോളിയത്തിൻ്റെ യൂണിറ്റ്. സോ ഇറ്റ്സ് ഈക്വൽ ടു വോളിയം പെർ സെക്കൻഡ് തന്നെ വരും. ഓൾസോ ഈ സൈഡിലും കിലോഗ്രാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ആൻഡ് സെക്കൻഡ്. ഓക്കെ, ഓർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് രണ്ടും സെയിം യൂണിറ്റ് ആണ്. അതായത് നമ്മുടെ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് വോളിയം മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സിറ്റിലെ ഏരിയ ആയിട്ട് വെലോസിറ്റി ചെയ്യുന്നതും സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് മാസ് ഫ്ലോ റേറ്റ് m dot is equal to area A into exit velocity c2 dash divided by specific volume at the point 2 dash v2 ഡാഷിൻ്റെ വാല്യൂ. ഓക്കെ, പക്ഷെ നമുക്ക് മൊള്ളിയർ ചാർട്ടിൽ നിന്ന് അതിനകത്ത് സ്പെസിഫിക് വോളിയത്തിൻ്റെ വാല്യൂ മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം ടേബിൾസ് യൂസ് ചെയ്ത് 1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം വാല്യൂ അറ്റ് ഗ്യാസ് കണ്ടീഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അത് സ്റ്റീം ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അറ്റ് 1 bar Vg is equal to 1.694 meter cube per kilogram എന്നാണ് വരുന്നത്. ഓക്കെ, സോ വി ജിയുടെ വാല്യൂണ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റിൽ മാസ് ഓഫ് സ്റ്റീം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സ്റ്റീം ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സ്റ്റീം ആൻഡ് അല്ലെങ്കിൽ വേപ്പർ ആൻഡ് ലിക്വിഡ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ജിയുടെ കണ്ടീഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 dash എന്ന് പറഞ്ഞ പോയിന്റിൽ സ്പെസിഫിക് വോളിയം വാല്യൂ കിട്ടും. സോ വി ക്യാൻ മോഡിഫൈ ദിസ് ഇക്വേഷൻ ആസ് എക്സ് ഇൻറ്റു വി ജി അറ്റ് പോയിന്റ് നമ്പർ 2. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വരും? ഏരിയയുടെ വാല്യൂ വി ഹാവ് 1.766 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു വെലോസിറ്റി c2ൻ്റെ വാല്യൂ 974.85 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് മോളിയർ ചാർട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ 2 എന്ന് പറയുന്ന പോയിന്റ്. അവിടെ നിന്നും 12% മാറിയിട്ടായിരിക്കും, അപ്പോൾ 12 യൂണിറ്റ് മാറിയിട്ടാണ് നമ്മുടെ H2 ഡാഷ് എന്ന് പറയുന്ന ആക്ച്വൽ പോയിന്റ് വരാനുള്ളത്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് H2 ഡാഷിൻ്റെ പോയിന്റ് ഇവിടെ വരും. അതിലേക്കൂടെ പാസ് ചെയ്യുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ പോയിൻ്റ് വാല്യൂ വി ഹാവ് ലിറ്റിൽ ബിലോ x is equal to 0.95. Okay, so x is equal to 0.94 എന്നൊരു വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം. ഇൻറ്റു വി ജിയുടെ വാല്യൂ 1.694. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ്
0.1081 മാസ് ഫ്ലോ റേറ്റിൻ്റെ വാല്യൂ കിലോഗ്രാം പെർ സെക്കൻഡിൽ കിട്ടും. ഓക്കെ, ഇത് വളരെ ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് ഞാനിതിനെ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഇൻറ്റു ഒരു 3600 മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് 389.27 കിലോഗ്രാം പെർ അവറാണ് മാസ് ഫ്ലോ റേറ്റിന് കിട്ടും. ഓക്കെ, ഇനി ആ 2' എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നുള്ള ഞാൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നമുക്കിപ്പം ഹിയർ വി ഹാവ് H1 മൈനസ് H2. ഓക്കെ, H1 മൈനസ് H2 ആണ് ഇത്രയും പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും KD പോർഷൻ മാറ്റി കഴിയുമ്പോഴത്തേക്കും ഓക്കെ ബാക്കി എന്താ വരുന്നത്? K ഇൻറ്റു HD ആണ് വരുന്നത്. K ഇൻറ്റു HDയുടെ വാല്യൂ ചെയ്ത് നോക്കാം. 0.88 ഇൻറ്റു 540 0.88 ഇൻറ്റു 540 വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 475.2. ഓക്കെ, K ഇൻറ്റു HD ഈസ് ഈക്വൽ ടു 475.2 എന്ന് വരും. ഓക്കെ, സോ എന്ത് ചെയ്യണം? H1 നിന്നും 475.2 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. കാരണം ഈ കാണിച്ചിരിക്കുന്നതാണ് H1 ടു H2ൻ്റെ ടോട്ടൽ ലെങ്ത്. ഓക്കെ, അതിൽ നിന്നും KHD എന്ന് പറയുമ്പോഴത്തേക്കും K ഇൻറ്റു HD എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ നമ്മൾ 2' മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റ് ഞാനിവിടെ H' എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ മുതലുള്ള ഡിസ്റ്റൻസ് ആണ് K ഇൻറ്റു HD റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ 475.2 എന്ന് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് 3040 മൈനസ് 475.2 2564 എന്ന് വരും. H' വാല്യൂ 2564.8. നമ്മുടെ മൊളിയർ ചാർട്ടിൽ ഇവിടെ 2500 ഉണ്ട്. 2564 വരുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാർക്ക് ചെയ്യാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ ലെങ്ത്തിന് എത്രയാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 80% മുകളിൽ താഴോട്ടാണെങ്കിൽ 88%, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 12%. ഞാനിപ്പോൾ ഒരു 10% വരുന്ന ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് ഞാൻ ആ ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്.